ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി NS മാധവൻ. NS മാധവനാണ് 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. NS മാധവൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, ഹിക്കിറ്റ, പഞ്ചകന്യകകൾ, ചൂളൈമേടിലെ ശവങ്ങൾ, തിരുത്ത്, ഭീമച്ചൻ, പര്യായ കഥകൾ, പുറം മറുപുറം. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി SK വസന്തൻ. SK വസന്തനാണ് 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. SK വസന്തൻ മലയാള ചരിത്ര ഗവേഷകനും അധ്യാപകനും നോവലിസ്റ്റുമാണ്. SK വസന്തന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? കൂടിയല്ല ജനിക്കുന്ന നേരത്തും, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, അരക്കില്ലം. എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1993. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1993. സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ആദ്യ ജേതാവ് ആരായിരുന്നു? ശൂരനാട് കുഞ്ഞമ്പിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ആരായിരുന്നു? ശൂരനാട് കുഞ്ഞമ്പിള്ള. രണ്ടാമത്തെ ജേതാവ് ആരായിരുന്നു? തകഴി ശിവശങ്കരപ്പിള്ള. ആദ്യത്തെ വനിതാ ജേതാവ് ആരായിരുന്നു? ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യത്തെ വനിതാ ജേതാവ് ആരായിരുന്നു? ബാലാമണിയമ്മ. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി K അരവിന്ദാക്ഷൻ. K അരവിന്ദാക്ഷനാണ് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. K അരവിന്ദാക്ഷന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. K അരവിന്ദാക്ഷന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? നിലാവിന്റെ വിരലുകൾ, ജീവപര്യന്തം, സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ, അലക്കുയന്ത്രം, മീര ചോദിക്കുന്നു. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനാണ് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. PN ഗോപികൃഷ്ണന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. PN ഗോപികൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? മടിയരുടെ മാനിഫെസ്റ്റോ, ഇടക്കാലൂരി പനമ്പട്ടടി, ബിരിയാണിയും മറ്റ് കവിതകളും, പ്രളയവാരിധി നടുവിൽ നാം, ദൈവത്തെ മാറ്റിയെഴുതുമ്പോൾ, ഗുരുവും ആശാനും പിൻഗാമികളും. ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായിട്ടാണ്. നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1968. ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1968. സമ്മാനത്തുക 30,000 രൂപയാണ്. ആദ്യ ജേതാവ് ആരായിരുന്നു? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആരായിരുന്നു? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പായിരുന്നു ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ തുളസീദാസ രാമായണം എന്ന വിവർത്തനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് ലഭിച്ചത് ആർക്കാണ്? OV വിജയൻ. OV വിജയനാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടാമത് ലഭിച്ചത്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ആദ്യമായി ലഭിച്ച വനിത ആരാണ്? ലളിതാംബിക അന്തർജനം. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലിനാണ് 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അശോകൻ ചെരുവിലിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? സൂര്യകാന്തികളുടെ നഗരം, പരിചിത ഗന്ധങ്ങൾ, ഒരു രാത്രിക്ക് ഒരു പകൽ, മരിച്ചവരുടെ കടൽ, ആമസോൺ, കറുപ്പൻ. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്?
ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? എഞ്ചിനീയറുടെ വീണ, നീലത്താമര, എൻ മകൻ കരയുമ്പോൾ, ശീർഷകമില്ലാത്ത കവിതകൾ, എൻ്റെ ഹൃദയരാഗങ്ങൾ, കാക്കത്തമ്പുരാട്ടി, കുട്ടനാട്, കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങൾ. വയലാർ അവാർഡ് മലയാളത്തിലെ കവിയായിരുന്ന വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി മലയാള സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1977. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1977. സമ്മാനത്തുക 1,00,000 രൂപയാണ്. അവാർഡ് നൽകുന്നത് വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27-നാണ്. ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനം. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത് ലഭിച്ചത് ആർക്കാണ്? PK ബാലകൃഷ്ണൻ. PK ബാലകൃഷ്ണനാണ് വയലാർ അവാർഡ് രണ്ടാമത് ലഭിച്ചത്. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2025 14ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 14ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2024 13ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 13ാമത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡാണ്. ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 2012. ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 2012. ആദ്യമായി ലഭിച്ചത് KJ യേശുദാസ്. ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസിനാണ്. സമ്മാനത്തുക എത്രയാണ്? 1,00,000 രൂപ. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി KP സുധീര. KP സുധീരയ്ക്കാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. KP സുധീരയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഗംഗ, ആജീവനാന്തം, പ്രണയസമീരെ, സ്മൃതി, പ്രണയദൂത്, ആകാശചാരികൾ, പ്രണയാനന്തരം, നഷ്ടസ്മൃതികളുടെ കാലം, SPB പാട്ടിന്റെ കടലാഴം, ചോലമരങ്ങളില്ലാത്ത വഴി, പ്രണയമർമരങ്ങൾ. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ MK സാനു. MK സാനുവിനാണ് 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. MK സാനുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പ്രഭാത ദർശനം, ഇവർ ലോകത്തെ സ്നേഹിച്ചവർ, അവതാരണം. തകഴി സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ പ്രതിഭകൾക്ക് നൽകപ്പെടുന്ന പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. ഏർപ്പെടുത്തിയത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സാഹിത്യ സ്മാരക സമിതിയാണ്. നൽകി തുടങ്ങിയ വർഷം എന്നാണ് 2014. തകഴി സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാണ് 2014. ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ ബാലചന്ദ്രൻ. തകഴി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ ബാലചന്ദ്രൻ. സമ്മാനത്തുക 50,000 രൂപയാണ്. 2025 ജ്ഞാനമാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി പ്രൊഫസർ KP ശങ്കരൻ. പ്രൊഫസർ KP ശങ്കരനാണ് 2025 ജ്ഞാനമാന പുരസ്കാരം ലഭിച്ചത്. പ്രൊഫസർ KP ശങ്കരന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? സമീപനം, ഋതുപരിവർത്തനം, നവകം, അനുശീലനം, അഭിവാദ്യം, ത്രിവേണി സപ്തകം. 2024 ജ്ഞാനമാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് 2024 ജ്ഞാനമാന പുരസ്കാരം ലഭിച്ചത്. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഉയരുന്ന ഒരു ആത്മാവ്, വഴക്കില്ലല്ലോ, കവിയുടെ കണ്ണുനീർ, ശയന പ്രദക്ഷിണം, ആന്തര സാമ്രാജ്യങ്ങൾ, പിടിത്താളുകൾ, മണ്ണ് മനസ്സ് മയിൽപീലി. ജ്ഞാനമാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. എന്താണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്.
സമ്മാനത്തുക 50,001 രൂപയും ശ്രീ ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും. എന്താണ്? സമ്മാനത്തുക 50,001 രൂപയും ശ്രീ ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും പ്രശസ്തിപത്രവും. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പ്രഭാവർമ്മയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അർക്കപൂർണിമ, ശ്യാമമാധവം, കനൽ ചിലമ്പ്, രൗദ്രസ്വാത്തികം, സൗപർണിക, അവിചാരിതം, ചന്ദനനാഴി, ആർദ്രം. 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി പ്രതിഭ റായ്. പ്രതിഭ റായ്ക്കാണ് 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പ്രതിഭ റായുടെ പ്രധാനപ്പെട്ട കൃതികൾ ശിലാപത്മ, യജ്ഞസേനി, ആദിഭൂമി, ഉത്തർമാർഗ്, മഹാമോഗ്. ONV സാഹിത്യ പുരസ്കാരം കവി ONV കുറുപ്പിന്റെ സ്മരണയ്ക്കായി ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ്. നൽകി തുടങ്ങിയ വർഷം എന്നാണ് 2017. ONV സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാണ് 2017. ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരി. ONV സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരി. സമ്മാനത്തുക 3 ലക്ഷം രൂപ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഏകാന്തം, വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ, നിളയുടെ തീരങ്ങളിലൂടെ, പിയുടെ പ്രണയപാപങ്ങൾ, താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരം. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദിനാണ് 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. റഫീഖ് അഹമ്മദിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? സ്വപ്നവാങ്മൂലം, പാറയിൽ പണിഞ്ഞത്, ആൾമറ, ചീട്ടുകളിക്കാർ. റഫീഖ് അഹമ്മദിന്റെ കവിതകൾ അഴുക്കില്ലം, പ്രമുക്തൻ. പത്മപ്രഭ പുരസ്കാരം മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ്. ഏർപ്പെടുത്തിയത് പത്മപ്രഭ സ്മാരക ട്രസ്റ്റാണ്. നൽകി തുടങ്ങിയതെന്നാണ് 1996. പത്മപ്രഭ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നാണ് 1996. ആദ്യമായി ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ. പത്മപ്രഭ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂർ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സാറ ജോസഫിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അലാഹയുടെ പെൺമക്കൾ, എസ്തർ, ആദി, ഊരുകാവൽ, ബുധിനി, നിലവറിയുന്നു, ഒടുവിലത്തെ സൂര്യകാന്തി, മനസ്സിലെ തീമാത്രം, കറ, ഒതപ്പ്, പാപത്തറ, കാടിന്റെ സംഗീതം, നന്മതിന്മകളുടെ വൃക്ഷം. ഇതിൽ കറ എന്ന നോവലിന് 2ാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? കെ വേണുവിനാണ്. കെ വേണുവിന്റെ ഒരന്വേഷണത്തിന്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി പോൾ സക്കറിയ. പോൾ സക്കറിയക്കാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പോൾ സക്കറിയയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഒരിടത്ത്, സക്കറിയയുടെ കഥകൾ, അൽഫോൻസാമയുടെ മരണവും ശവസംസ്കാരവും, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും, സലാം അമേരിക്ക, ഒരു ആഫ്രിക്കൻ യാത്ര, ഉരുളിക്കുന്നത്തിന്റെ ലുത്തീനിയ, ആർക്കറിയാം, ഇഷ്ടികയും ആശാരിയും, ഇതാണെൻ്റെ പേര്. പോൾ സക്കറിയയ്ക്ക് 2020 എഴുത്തച്ഛൻ പുരസ്കാരവും 2019 വെള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി ആഴ്ച പതിപ്പ് നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ്. മലയാളത്തിലെ സാഹിത്യകാരന്മാർക്ക് അവരുടെ സംഭാവനകളെ മാനിച്ചു നൽകുന്ന പുരസ്കാരമാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാണ് 2001. ആദ്യമായി ലഭിച്ചത് തിക്കോടിയൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് തിക്കോടിയൻ. സമ്മാനത്തുക 3 ലക്ഷം രൂപ.